ഓണപ്പരിപാടി നമ്മളെ തന്നാ കൊളാവോന്ന് കരുതിയില്ലേ അവന്മാരെ ഏൽപ്പിച്ചത്. ഇപ്പൊ എന്തരായി? ഇപ്പൊ കുളമല്ല, അതൊരു കായലായി. നിങ്ങൾ മണ്ണിട്ടൊന്ന് മൂടിത്തരണം. ശങ്കര മഹാദേവ, നീ പോയിട്ട് വാ. നീ കൂടെ വാ. സമാധാനമായി. സാർ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിരുന്ന മത്തങ്ങ തണ്ണിമത്തനാണെന്നും പറഞ്ഞവൻ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു. അയ്യോ, അതെ, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉപദ്രവം മാത്രമേ അവന്മാര് തരൂ. എന്നാൽ ഒറ്റലെണ്ണം കൂടെ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൂടെ പൂ പറിക്കാനായിട്ട്? അയ്യോ അവന്മാര് വേണ്ട സാറേ, രാത്രിയല്ലേ, ഇരുട്ടാണ്. അതുകൊണ്ട് ഇരുട്ട് ടോർച്ചടിച്ചാൽ മാറും. യവന്മാരെ കൊണ്ടുപോയാലേ ആ ടോർച്ച് എടുത്ത് അവന്മാരെ മണ്ടക്കടിക്കേണ്ടി വരും. സാരമില്ല, അടിച്ചിട്ടോളൂ. ജീവനോടെ തിരിച്ചു കൊണ്ടുപോകാൻ മാത്രം മതി. ഞാൻ റെഡിയായി. പൗഡർ അത്രയൊക്കെ പൂശി മക്കളത് എങ്ങോട്ട്? വെളിക്ക് പോകാൻ ഇറങ്ങിയാലും ഞങ്ങൾ ഒരുങ്ങിയാണ് പോകാറ്. അതാണ് ഇല്ലത്തെ പാരമ്പര്യം. പാൽപ്പൊടി എവിടെ? അവൻ ബാഗ് പാക്ക് ചെയ്യുന്നു. പൂ പറിക്കാൻ പോണതാണ്, അല്ലാതെ ട്രിപ്പിന് പോണതല്ല. കിഴിച്ചോണ്ടി നിൽക്കാതെ കിഴങ്ങനെ പോയി വിളിയടോ. രാത്രി ഭയങ്കര ഇരുട്ടല്ലേ? യെസ്, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? വലിച്ചോണ്ടിരുന്നേനാ. ഉണ്ടാതിരിയാ രണ്ടെണ്ണോ. ഇവിടെ രാത്രി വീട്ടത്തി എങ്ങനെ പൂ തപ്പാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഉമ്മാരെ ആലുവയിലുള്ള എഡിസൺ കണ്ടോ പാർത്തു, കഴിവുള്ളവർ കണ്ടുപിടിക്കുമ്പോൾ കഴിവില്ലാത്തവർക്ക് പിടിക്കില്ല. ഇരുട്ടിട്ട് പോയി തപ്പട്ടെ പട്ടികൾ. തന്നെ പറയും പോലെ ഓണങ്ങ് എത്താറായല്ലേ? അല്ലാതെ ഓണത്തിന് അങ്ങോട്ട് തിരക്കി പോകാൻ പറ്റൂലല്ല. എന്നാലും മാവേലി പാതാളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ എവിടെയായിരിക്കും ആദ്യം വരുന്നത്? തമ്പാനൂര് ബസ് സ്റ്റാൻഡില് എന്ത് കാണാൻ പോണാ? എന്റെ പൊന്നു വാമന, ഇനി ചവിട്ടിത്താത്തപ്പോഴേ മാവേലി ഇല്ല ചവിട്ടിത്താക്കാനുള്ള യൗമാ രണ്ടെണ്ണത്തിനെയാണ്. എന്തൊരു ശല്യം ഇത്. സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ കൂടെ വന്നത്. നമ്മളെ പിണക്കിയാലേ നമ്മൾ അങ്ങ് തിരിച്ചു പോവും. എങ്കിൽ തിരിച്ചു പോയിണ്ടാ. പാർത്തു, നമുക്ക് പോകാം. തിരിച്ച് പോകാനുള്ള വഴി നിനക്കറിയാമോ? ഞാൻ ഒരു വെയിറ്റിന് വേണ്ടി പറഞ്ഞതല്ലേ. സാറിന് നിന്ദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നമ്മളെ കൂടെ വരുന്നു. അതെ, ഇപ്രാവശ്യം പുലിക്കളിയെങ്കിലും ഉണ്ടാ. കഴിഞ്ഞതിനൊക്കെ നമ്മൾ പരിപാടി എടുത്തപ്പോഴേ പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളായിരുന്നു പുലിയുടെ വേഷം കെട്ടി ആടിയത്. കഴുതകള് വേഷം കെട്ടിയാ പുലിയാവൂല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളാണ് പുലികളായിട്ട് ഇറങ്ങാൻ പോണത്. ഇപ്രാവശ്യം അപ്പൊ കുരങ്ങുകൾ കാണാം. അതെ, പൂവൊക്കെ പെട്ടെന്ന് പറിക്കണം. നാളത്തെ ഉറിയടിക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ശങ്കര, ഉറി വലിക്കണത് ഞാൻ തന്നെ. കറക്റ്റ് അവന്റെ നെറുകം തലയിൽ ഉടച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റ്. അതെനിക്ക് കേട്ടാ മതി. ദാ ഇവിടെ ചെമ്പരത്തി പൂ നിക്കാണ്. പറിച്ച് ചെവിയിൽ വേ. അല്ല, പറിച്ച് കവറിൻ്റെ അകത്തിടാൻ ആവശ്യം വരും. തൂമ്പാപ്പൂ. എന്നാ അത് പറിച്ച് കിളച്ചിടടേ. തുമ്പപ്പൂവിന് തൂമ്പപ്പൂന്ന് എന്റെ പൂ. അഷ്ടാമൃത, ദാ നോക്ക്, ആ വീട്ടിൽ കുറെ പൂക്കൾ നിൽക്കണം. കേറി ഇങ്ങ് പ്ലക്കിയാല. അയ്യോ, അത് വീടൊന്നുമല്ല, നഴ്സറിയാണ്. അവിടെ കയറി പൂ പ്ലക്കാൻ നിന്നാലേ അവിടുത്തെ പട്ടികൾ നിന്നെയൊക്കെ കയറി പ്ലക്കും.